തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാർ അമിത വേഗതയിലായിരുന്നതായി എഫ്ഐആറിൽ പറയുന്നു. നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനിടെയാണ് അപകടം. വാഹനമോടിച്ച AK വിഷ്ണുനാഥിന്റെയും ഒപ്പമുണ്ടായിരുന്ന ബന്ധു വിജയന്റെയും ലൈസൻസും സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, അതിദാരുണമായ സംഭവമാണ് ഇന്ന് ഉച്ചയ്ക്ക് ജനറൽ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഉണ്ടായത്. 4 പേർ അതീവ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്ററിൽ ചവിട്ടിയതാണ് ഇത്ര വലിയൊരു അപകടത്തിന് വഴിവെച്ചത് എന്നതാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്നത് നമുക്ക് CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ FIRന്റെ പകർപ്പുമാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചാക്ക ഭാഗത്തു നിന്നും തിരുവനന്തപുരം പാളയം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറ് അമിത വേഗതയിലായിരുന്നു. തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നു. പിന്നീട് റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ ഫുട്പാത്തിലേക്ക് അമിത വേഗതയിലേക്ക് കാർ ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാറിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ 4 പേർക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവർ 4 പേരും ഗുരുതരമായി തന്നെ ആശുപത്രിയിൽ തുടരുകയാണ്. വിഷ്ണുനാഥ്, വിജയൻ ഇവർ 2 പേരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് നേരത്തെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അനധികൃതമായിട്ട് ഇത്തരത്തിൽ വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനിടയിലാണ് ഈ അപകടം നടന്നിട്ടുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരിൽ 2 പേർ ഓട്ടോ ഡ്രൈവർമാരാണെന്നും നമുക്ക് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കാറ് അമിത വേഗതയിലെത്തി ഇത്തരത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഈ കാറിനകത്ത് ഇരുന്നവർ ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുകയുണ്ടായിരുന്നോ എന്നും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ കാല് കൊടുത്തതാണ് ഇത്തരത്തിൽ അമിത വേഗതയ്ക്ക് കാരണമായിട്ട് പോലീസ് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു അപകടമാണ് നടന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കാൽനടക്കാരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഫുട്പാത്തിലൂടെ ഹോസ്പിറ്റലിലേക്ക് നടന്നു വരുന്ന ആളുകൾക്കിടയിലേക്കാണ് ഈ വാഹനം ഇടിച്ചു കയറിയത്. വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പരിക്കുകൾ ഗുരുതരമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്.